ഗായ്സ് വെൽക്കം ബാക്ക് ടു എപ്പിക് ജിങ്സ്. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസർ വ്ളോഗാണ്. അതിനു മുമ്പ് ഞാൻ കുറേ ദിവസങ്ങളായി വീഡിയോ ഇട്ടിട്ട്, പക്ഷെ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി അത് തന്നെയാണ്. സോ നമുക്ക് എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പണി കുറഞ്ഞു കിട്ടി. അപ്പോൾ എന്നാലും വേറെ പല വീഡിയോസിലായിട്ട് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ Q&A വീഡിയോ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ വന്നിട്ടുള്ള കമൻറ്റ്, ബ്രോ നിർത്തരുത്, ഞാൻ ഇപ്പോൾ ഇതിലേക്ക് കാൽ എടുത്തു വച്ചു, ഇനി പിറകിലോട്ട് വലിപ്പിക്കല്ലേ, കാരണം ഞാൻ പണ്ട് മുതലേ തോൽവിയുള്ളവനാണ്, ഇതിലെങ്കിലും ജയിച്ച് കാണിക്കണം ബ്രോ, നിങ്ങളും ജയിക്കും. ഞാൻ ഓൾറെഡി ജർമ്മൻ ലാംഗ്വേജ് B1 സക്സീഡ് ആണ്. സെൽഫായിട്ട് പോകുന്നത് അറിയാമോ? സെൽഫായിട്ട് പോകുന്നത് എനിക്ക് അതിനെപ്പറ്റി യാതൊരു പിടുത്തില്ല ബ്രോ. ഇപ്പോൾ ഏത് ലെവൽ വരെ ക്ലിയർ ചെയ്തു? ഞാൻ B1 ലെവൽ വരെയാണ് ക്ലിയർ ചെയ്തത്. ഏജ് ഗ്യാപ്പ് പ്രോബ്ലം ഉണ്ടോ? ഹൗസ് ബിൽഡിംഗ് ആണെങ്കിൽ ഏജ് ഗ്യാപ്പ് ഒരു പ്രശ്നവുമില്ല. 29 വയസ്സ് വരെയാണ് മാക്സിമം നിങ്ങൾ ഹൗസ് ബിൽഡിങ്ങിന് നോക്കിയാൽ മതി, അതർവൈസ് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, എല്ലാ മൊഡ്യൂളും ക്ലിയർ ചെയ്തു. ഞാൻ എല്ലാ മൊഡ്യൂളും ക്ലിയർ ചെയ്തു എന്ന് ഞാൻ ആരോടും അങ്ങനെ പറയാറില്ല, പക്ഷേ ഇതാണ് സത്യം. ഷൈബൻ സ്പ്രഹൻ നല്ല സെൻറ്റർ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നല്ല സെൻറ്ററായിട്ടില്ല. പിന്നെ ഞാൻ ഒബ്വിയസ്ലി പറയും, ബാംഗ്ലൂർ ഞാൻ ഷൈബൻ പാസ്സായ ഒരു സെൻറ്ററാണ്, അതുപോലെ തന്നെ ചെന്നൈ ഞാൻ പാസ്സായ സെൻറ്ററാണ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഡേറ്റ് കിട്ടുന്നവർക്ക് പോയി എഴുതുക. പിന്നെ ഏറ്റവും നല്ലത് പെട്ടെന്ന് റിസൾട്ട് വരുന്ന സ്ഥലത്ത് എഴുതുക, കേരളത്തിന് പുറത്ത് പോയി എഴുതിയാൽ നല്ലത്. ജർമ്മൻ നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് പഠിച്ച ഒരാൾക്ക് ഇന്ത്യയിൽ അതിനെ ഞാൻ ഓൾറെഡി കൊടുത്തതാണ്. ജർമ്മനിയിൽ നേഴ്സിംഗ് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യണമെങ്കിൽ വേറൊരു എക്സാം എഴുതണം. പക്ഷേ നമ്മൾ 3 വർഷം അവിടുത്തെ ഒരു രീതിയിൽ പഠിച്ച് വർക്ക് ചെയ്ത് ആ ഒരു സാലറി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യില്ല. അതായത് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അവിടെ നമുക്ക് മാസം മിനിമം ഒരു 20-25 രൂപ, നമുക്ക് ഒരു 30 രൂപ നമുക്ക് സേവ് ചെയ്യാൻ കിട്ടും. വർക്കിനാണെങ്കിൽ ഒരു 50 രൂപ സേവിങ്സിന് നമുക്ക് കിട്ടും. നാട്ടിലാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? ഒരു 10 രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത്ര നമ്മൾ ആലോചിച്ചാൽ മതി. പിന്നെ നമ്മളൊരു റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ ജീവിക്കാന്നേ ഉള്ളൂ. പക്ഷേ അതൊരിക്കലും നമ്മൾ വർക്കിന് പോവില്ല. അതായത് നമ്മൾ അവിടുത്തെ ഒരു അന്തരീക്ഷം നമുക്ക് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ വന്ന് പണിയെടുക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ റെലവൻ്റ് അല്ല. ഇവിടെ ഷൈബൻ സ്പ്രഹൻ, എവിടെ ഷൈബൻ സ്പ്രഹൻ എഴുതിയത്? ഞാൻ ഷൈബൻ എഴുതിയത്, ഞാൻ എല്ലായിടത്തും ഷൈബൻ എഴുതിയിട്ടുണ്ട്. പാസ്സായത് ബാംഗ്ലൂർ, സ്പ്രഹൻ പാസ്സായത് നമ്മുടെ ചെന്നൈയിൽ. ഇനി ടെൽക്ക് ഓർ ഗോയിത്തെ. ടെൽക്കാണ് നല്ലത്, ടെൽക്കാണ് മറ്റേ കുറേ സംഭവം അഡ്വാൻറ്റേജ്. പക്ഷേ ഗോയിത്തെ സിംഗിൾ മൊഡ്യൂളായിട്ട് എഴുതാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദാറ്റ്സ് ഗുഡ്. അപ്പോൾ എൻ്റെ ഒരു ഓപ്ഷൻ അതാണ്. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്താം. എത്ര വട്ടം എഴുതി? ഒരു 7-8 വട്ടമൊക്കെ എഴുതിയിട്ടുണ്ടാവും, അല്ല 10 വട്ടം. B2 ഡേറ്റ് എടുക്കാൻ ഏജൻസി പറയാമോ? എനിക്ക് അങ്ങനെ ഏജൻസി B2 ഏജൻസി വലിയ പിടുത്തമില്ല ബ്രോ. അപ്പം അതാണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ ചാനൽ മോട്ടിവേഷനാന്ന് പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ ഏതെങ്കിലും കമൻറ്റുകൾ റിപ്ലൈ കൊടുക്കാത്തതുണ്ടെങ്കിൽ വെൽ ഡൺ എന്ന് പറയുന്നുണ്ട്. നീ പൊളിയാ മോനെ. എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഞാൻ പരമാവധി എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്തു. ഒരുപാടൊന്നുമില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ദ സപ്പോർട്ട്. ആൻഡ് ഇനിയും നിങ്ങളെ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുക, പഠിച്ച് കയറാം. നമുക്ക് അത് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസം നമ്മുടെ ഉള്ളിൽ അങ്ങ് കയറിക്കഴിഞ്ഞാൽ, ഒരു ഫയർ കയറിക്കഴിഞ്ഞാൽ ആ ഫയറിൽ നമുക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ബിക്കോസ് ഞാൻ എൻ്റെ കരിയറിൽ എൻ്റെ 20 വർഷത്തെ എൻ്റെ ഒരു ഈ ജേണിയിൽ, എൻ്റെ 20 years ഓഫ് ജേണിയിൽ ഞാൻ ഏറ്റവും ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തൊട്ട് പഠിച്ച സമയം എന്ന് പറയുന്നത് ഷൈബൻ എക്സാമിന് ആ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സമയത്ത് ഞാൻ കൂത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ട്. ദാറ്റ്സ് മൈ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു അത്രയും ഞാൻ എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ പാസ്സാവുകയും ചെയ്തു. 100-ൽ 76 മാർക്ക് കിട്ടി പാസ്സാവുകയും ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ മാർക്കാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ വന്ന് പറഞ്ഞു ഞാൻ ഫസ്റ്റ് ടൈം പാസ്സായി. എടാ, അത് നിങ്ങളുടെ കഴിവ്, ഇതെൻ്റെ കഴിവ്.
ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ പഠിപ്പീസിൻ്റെ കാര്യമല്ല പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പഠിക്കാൻ കുറച്ച് ബാക്ക്വേർഡ് ഉള്ള ആൾക്കാർ കുറച്ച് കഷ്ടപ്പെട്ടിട്ടേ പഠിക്കുള്ളൂ. പക്ഷേ അവിടെ ഞങ്ങൾ ഒറ്റവട്ടം പാസ്സായി എന്ന് പറയുന്നതിൽ എനിക്ക് ലോജിക്കും തോന്നുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി. ഞാൻ കുറച്ച് ബാക്ക്വേർഡാണ്. അത് ഞാൻ ഓപ്പണായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇനി എവിടെയെങ്കിലും സ്റ്റക്കായി പോയി നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. യു ക്യാൻ. എനിക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കും പറ്റും. ജസ്റ്റ് ഡു ഇറ്റ്. ബൈ.